വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. നിങ്ങൾ എപ്പോഴെങ്കിലും വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ബ്രെഡോ ബണ്ണോ കഴിച്ചിട്ടുണ്ടോ? ഇല്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല, വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റും ഒരു ഫീലിങ്ങുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രെഡും ബണ്ണും തന്നെയാണ്. നമ്മളിന്ന് കുക്കറിലാണ് ഈ ബ്രെഡും ബണ്ണും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഓവൺ ഇല്ലാത്തവർക്കും വളരെ എളുപ്പത്തിൽ ഈ റെസിപ്പി ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡും ബണ്ണുമാണ്. നമ്മളിന്ന് മുട്ടയും പാലും ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ വലിയൊരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇതിലേക്ക് വേണം. അപ്പോൾ ഞാൻ അതും കൂടി ഇടുകയാണ്. ഇനി നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൂടി വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് ഇത് പുളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കിത് പുളിച്ച് കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇടാം. അപ്പം ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ആ 3 കപ്പ് മൈദ ഞാനിതിലേക്ക് ഇടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ബ്രെഡും ബണ്ണും രണ്ടും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മൈദ എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്നും മതി എന്നുണ്ടെങ്കിൽ എല്ലാ ക്വാണ്ടിറ്റിയും പകുതിയാക്കി എടുത്താൽ മതി. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതായത് 1 കപ്പ് മൈദയ്ക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ എന്നാണ് കണക്ക്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. അധികം ഉപ്പൊന്നും ഇട്ടിട്ടില്ല, കാരണം ഞാനിതിൽ കുറച്ച് ബട്ടർ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറേശ്ശെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒന്നായിട്ട് ആദ്യം ഒഴിക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവ് വല്ലാതെ ലൂസായി പോവും. അപ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒരു ബട്ടൂരയുടെ മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുന്നുണ്ട്. ഇത് ഉപ്പുള്ള ബട്ടറാണ്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ഉപ്പ് കുറച്ചിടുന്നത് ബട്ടർ ഇടുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഉപ്പില്ലാത്ത ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് കൂട്ടിയിടാം. ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ടക്ക് ചെയ്യുന്ന രീതിയിൽ ഈ മാവിനെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഈ ബൗളിൽ വയ്ക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ചൊരു ഓയിലൊന്ന് തടവുന്നുണ്ട്. ഈ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ക്ലിംഗ് ഫിലിം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. നിങ്ങളെ കയ്യിൽ ക്ലിംഗ് ഫിലിം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടവലോ തോർത്തോ ഒന്ന് നനച്ചിട്ട് മൂടി വെച്ചാൽ മതി. ഇനി നമുക്കിതൊരു മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മാവൊക്കെ നല്ല ഡബിൾ സൈസിൽ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സാധാരണ ബ്രെഡ് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ലോഫ് പാനിലാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇതുപോലെ പാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിന്ന് അലൂമിനിയം കണ്ടെയ്നറിലാണ് ബ്രെഡ് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ഷോപ്പിൽ വേണമെങ്കിലും കിട്ടും. നിങ്ങളെ കയ്യിൽ അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പ്ലേറ്റോ മൂടിയോ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ മാവിനെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇതിൽ പകുതി മാവ് ഞാൻ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുകയാണ്. ഇത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഉള്ളിലേക്ക് മടക്കുന്ന രീതിയിൽ ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട്. കുറച്ച് നീളത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്, കാരണം ഇത് ബ്രെഡിന് വേണ്ടിയിട്ടുള്ള മാവാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അലൂമിനിയം കണ്ടെയ്നറിലേക്ക് വെക്കുകയാണ്. നിങ്ങളെ കയ്യിൽ ഇങ്ങനത്തെ കണ്ടെയ്നറും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം അലൂമിനിയം പാത്രം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഒരു ക്ലിംഗ് ഫിലിം വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ ഒന്ന് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള മാവിനെ ഞാൻ 4 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ബണ്ണിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ഓരോ പോർഷനും എടുത്തിട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ ഉള്ളിലേക്ക് ടക്ക് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവിലുള്ള ആ ഒരു എയറിനെസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മാവിന് കട്ടി ഉണ്ടാവില്ല, നല്ല സോഫ്റ്റായി തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഷേപ്പിൽ തന്നെ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതും ഞാൻ അലുമിനിയം കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ 2 ബോളുകളാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് വെക്കാം. 1 മണിക്കൂർ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് റൈസായിട്ട് വരും. ഇതിന് വേണ്ടിയിട്ടാണ്. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. കുക്കറിനകത്ത് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂടിയോ നമുക്ക് വെക്കാം. അതായത് നമ്മളിതിൽ ഇറക്കി വെക്കുന്ന പാത്രം ഈ അടിഭാഗം തട്ടരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുക്കറിൻ്റെ വെയിറ്റ് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ വെയിറ്റ് എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുക്കർ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കുക്കർ ഒന്ന് ചൂടാക്കുന്നത്.
അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് നമ്മുടെ ബണ്ണൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാലോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ഒന്നൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വെളുത്ത എള്ള് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബർഗർ ബണ്ണ് കാണാനും നല്ല ഭംഗിയുണ്ടാവും, പിന്നെ ആ എള്ള് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട. ഈ കണ്ടെയ്നർ ഞാൻ കുക്കറിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 25 മിനിറ്റാണ് ഞാനിത് കുക്ക് ചെയ്തിട്ടുള്ളത്. 25 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറന്നപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് കൂടി എക്സ്ട്രാ വെച്ചാൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊരു ടിപ്പാണ്. ഇതുപോലത്തെ ഒരു തുണി വെച്ചിട്ട് നമ്മുടെ ബണ്ണും ബ്രെഡൊക്കെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ സോഫ്റ്റ് ആവും. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മെൽറ്റഡ് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബർഗർ ബണ്ണിന് നല്ല ഗ്ലോയും പിന്നെ നല്ല ഒരു ഫ്ലേവറും കൂടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ നമ്മൾ റൈസ് ആവാൻ വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഡോ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മെൽറ്റഡ് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ പാലോ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് നേരത്തെ ചെയ്ത പോലെ ചൂടുള്ള കുക്കറിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് തുറക്കുകയാണ്. നേരത്തെ നമ്മുടെ ബണ്ണ് റെഡിയായ പോലെ തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മുടെ ബ്രെഡ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പുറത്തെടുക്കാം. ഞാനിതൊന്ന് കണ്ടെയ്നറിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. കണ്ടെയ്നറിലൊന്നും പറ്റി പിടിക്കുകയൊന്നുമില്ല, നിങ്ങൾക്ക് എളുപ്പത്തിൽ പുറത്തെടുക്കാൻ പറ്റും. ഞാൻ കണ്ടെയ്നർ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഷേപ്പിലുള്ള ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഞാനത് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ തുണി വെച്ചൊന്ന് മൂടുന്നുണ്ട്. ഈ തുണി വെച്ച് മൂടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ബ്രെഡും ബണ്ണും നല്ല സോഫ്റ്റായി തന്നെ ഇരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ സോഫ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഒന്ന് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളത്. അലൂമിനിയം കണ്ടെയ്നറിൽ നമ്മൾ ബേക്ക് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാണ്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബണ്ണ് നിങ്ങൾക്ക് വേണ്ടി മുറിച്ച് കാണിക്കുന്നുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്